കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സാമൂഹിക ക്ഷേമ വിഭാഗങ്ങളിലൊന്നായ പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആയുർവേദ വിഭാഗമാണ് സഹ്യാദ്രി ആയുർവേദ ഡിവിഷൻ. നമുക്കിവിടെ ആയുർവേദ ഹോസ്പിറ്റൽ, ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസ്, തെറാപ്പി കോഴ്സുകൾ പഠിപ്പിക്കുന്ന ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഒരു ആയുർവേദത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആയുർവേദ മ്യൂസിയം എന്നിവയാണ് ഇവിടെ ഉള്ളത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ മാത്യു അറയ്ക്കൽ പിതാവിൻ്റെ ചിന്തയിൽ വളർന്ന ഒരു പ്രസ്ഥാനമാണിത്. 1985 കാലഘട്ടത്തിൽ പീരുമേട് പള്ളിയുടെ വികാരിയായിട്ട് അറയ്ക്കൽ പിതാവ് ഇവിടെ വരികയും പിതാവിൻ്റെ പാവങ്ങളോടും സാധാരണക്കാരോടുമുള്ള വലിയ അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഫലമായി അവർക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുകയും ചെയ്തു തുടങ്ങിയ NGO ആണ് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അതിലൂടെ വളർന്നു വന്ന കാലഘട്ടത്തിൽ പിതാവിൻ്റെ ചിന്തയിൽ വളർന്ന ഒരു പ്രസ്ഥാനമാണ് സഹ്യാദ്രി ആയുർവേദ എന്ന് പറയുന്നത്. 1880 കാലഘട്ടം മുതൽ ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടി ഒരു ബ്രിട്ടീഷ് മെഡിക്കൽ ഓഫീസർ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ആശുപത്രി പിതാവ് ഏറ്റെടുക്കുകയും അത് സഹ്യാദ്രി ആയുർവേദ ഡിവിഷനായിട്ട് മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള വലിയ ഒരു ചിന്തയും പരിഗണനയും എപ്പോഴും ഇതിലുണ്ടായിരുന്നു. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ആയുർവേദ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 ഡോക്ടർമാരാണ് ഇവിടെയുള്ളത്. ബാക്കി നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച, കൂടുതലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച തെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ടീമാണ് നമുക്കുള്ളത്. നമുക്കിവിടെ വന്നു പോകുന്ന എല്ലാ പേഷ്യൻസും ഏറ്റവും പൂർണ്ണമായ സംതൃപ്തിയിൽ തന്നെയാണ് തിരിച്ചു പോകാറുമുള്ളത്. ഒരു കുടുംബാന്തരീക്ഷത്തിൽ തന്നെ ഇവിടെയുള്ള ദിവസങ്ങളെല്ലാം കഴിയാനും ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സാ രീതികൾ പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരമായിട്ടാണ് അവരതിനെ കാണാറ്. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള അന്തരീക്ഷവും അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. അറയ്ക്കൽ പിതാവിൻ്റെ കൃത്യമായ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു അന്തരീക്ഷവും ക്രമീകരിച്ചിരിക്കുന്നത്. വളരെയധികം ഔഷധ സസ്യങ്ങളും മരങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളുമൊക്കെ തന്നെയാണ് എപ്പോഴും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അടുത്ത ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഈ ആയുർവേദ വിഭാഗത്തിൽ തന്നെയുള്ള ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസാണ്. അതും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, സാധാരണക്കാരോട് ചേർന്ന് നിന്നുകൊണ്ടും അവർക്ക് വേണ്ടിയുമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് പിതാവ് ഇതിനെപ്പറ്റി ഇതിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാവുന്ന മരുന്നുകൾ അവരുടെ സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്യുകയും അത് നമ്മൾ അവരിൽ നിന്നും മേടിക്കുകയും അങ്ങനെ ഒരു ബൈബാക്ക് പോളിസിയിലൂടെയാണ് എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവരെ ഒത്തിരി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വിഭാഗമാണ് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. കൃത്യമായ പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും ആയുർവേദ വിഭാഗത്തിലുള്ള ആശുപത്രികളിലും മറ്റ് സെൻറ്ററുകളിലും കൃത്യമായിട്ട് ജോലി ലഭിക്കാനും അവരോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട്, പ്രത്യേകിച്ച് ചികിത്സാ രീതികളാകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടേഴ്സും അധ്യാപകരും കൃത്യമായ പഠന രീതികളിലൂടെ, കൃത്യമായ പരിശീലന രീതികളിലൂടെ നല്ല തെറാപ്പിസ്റ്റുകളെ ഫോം ചെയ്തുകൊണ്ട് വരാനും അവർ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആയുർവേദ മ്യൂസിയത്തെക്കുറിച്ച് പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ ആദ്യകാലം മുതൽ, ആയുർവേദം തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയുള്ള ഒരു വലിയൊരു ചരിത്രമാണ് അതിലൂടെ, ആയുർവേദത്തിൻ്റെ ചരിത്രമാണ് നമ്മളതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. കാണുന്നവർക്കും വരുന്നവർക്കും ഏറ്റവും അധികം വിജ്ഞാനപ്രദവും ഉപകാരപ്രദവുമായ രീതിയിലാണ് നമ്മളതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അത് വരുന്നവർക്കും അതിൻ്റെ ഫലം ഉളവാകുന്ന രീതിയിൽ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയുർവേദവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ക്യാമ്പസിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം ഇതൊരു ഉപകാരപ്രദമാകും. ഇവിടെ വരാനും ഇവിടെ സന്ദർശിക്കാനും ഇവിടെയുള്ള സേവനങ്ങൾ സ്വീകരിക്കാനും നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നന്ദി.